ഗൈസ്, അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ കുഞ്ചുകൃഷ്ണ ഇതാ എല്ലാവരും സ്വാഗതം ചെയ്യട്ടെ ഞങ്ങളെ വീഡിയോയിലേക്ക്. അപ്പൊ ഞങ്ങളിത് അത് കൃഷ്ണന് വേഷം കെട്ടിച്ചിട്ട് ഞങ്ങളൊന്ന് റിഹേഴ്സൽ നടത്തിയത് കേട്ടോ. നാളെ ശിവജയന്തിയാണല്ലോ. അപ്പൊ അതിനു വേണ്ടി റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്കാട്ടോ വന്നത്. നേരെ അമ്പലത്തിലേക്ക് എന്തിനാ വന്നത് ചോദിച്ചാൽ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട് നാളത്തേക്ക്. നാളെ എല്ലാ ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരിക. അപ്പൊ അതിനു വേണ്ടി ഇവിടെ വൃത്തിയാക്കേണ്ടതുണ്ട്. അപ്പൊ അതിനു വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇവിടെ എല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇവിടെ എല്ലാവരും കൂടി ചേർന്ന് വൃത്തിയാക്കാണ്. ഇവിടെ ഇതൊക്കെ കഴുകി വൃത്തിയാക്കാണ്. അപ്പൊ ഇവിടെ നാളെ രാവിലെ പ്രഭാകർഷണം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ കുറച്ച് വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരുടെ സഹായത്താലൊക്കെ അത് നേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും കൂടെ നമ്മളിത് ഉഷാറാക്കണം എന്നുള്ളൊരു കാര്യത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പൊ നാളെ ഇവിടെ പ്രഭാതദർശനം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഘോഷയാത്ര ഇങ്ങോട്ട് വരും. ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ മാതൃസമിതി ഒരു ഡ്രസ് കോഡൊക്കെ ഇടാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പൊ ഇപ്രാവശ്യമാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ കുറച്ചൊരു എന്താ പറയാ പുരോഗമനം ഉണ്ട് എന്ന് പറയാന് പറ്റുന്ന രീതിയിലായത്. അപ്പൊ ഇനിയും ഒരുപാട് പുരോഗമനം കൊണ്ടുവരേണ്ടതുണ്ട്. ഇപ്പൊ ഈ ഷെഡ് ഇതപ്പോ ഞങ്ങൾ ഒരു മാസം കൊണ്ടാണ് ഈ ഷെഡൊക്കെ നമ്മള് ഒന്ന് ഒപ്പിച്ചത്. അപ്പൊ ഇതവിടെ ടാങ്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അഗു ഇതവിടെ നമ്മളെ ദീപസ്തംഭം ഒന്ന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ അങ്ങനെ കറയൊക്കെ പിടിച്ചിട്ടുണ്ട്, നമ്മളെ എണ്ണക്കറ. അപ്പൊ അതൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പന്തലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. ഇപ്പൊ കുറച്ചൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ അമ്പലത്തിലേക്ക് പോകാന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ് അല്ലേ. നമ്മൾ അമ്പലത്തിലൊക്കെ വെച്ചിട്ടാണ് എല്ലാവരും ഒന്ന് കണ്ടുമുട്ടുക, ഒന്ന് സംസാരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യല്ലേ. ഇത് ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല നമ്മളിവിടെ എല്ലാവരും ഒത്തുചേരുന്നത്. എല്ലാവരും ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടൊക്കെ പങ്കുവയ്ക്കും. അങ്ങനെയുള്ളൊരു ഇതും കൂടെ ഈ ഒരു അമ്പലത്തേക്കൊക്കെ വരുമ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. എല്ലാവരോടും വിവരങ്ങളും കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ചോദിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ ഒരു പുറകിലുണ്ടല്ലോ. അപ്പൊ ഇത് കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ കുളം കേട്ടോ. കുളമൊക്കെ പടുത്തിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് അങ്ങോട്ട് മാറിയിട്ടാണ് കേട്ടോ കുളം. അതൊക്കെ ഒന്ന് വൃത്തിയാക്കേണ്ടതുണ്ട്. അപ്പൊ അതിനൊന്നും വെള്ളം അങ്ങനെ ആരും അങ്ങനെ ഒന്നിനും ഉപയോഗിക്കാത്തതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല ഇപ്പൊ അങ്ങനെ. പക്ഷെ അതിനൊക്കെ ഒരു പുരോഗതി കൊണ്ടുവരാൻ ഇനിയും ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും നമ്മളെ ഭക്തജനങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് സഹകരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിതൊക്കെ തുടങ്ങി വെച്ചത്. അപ്പോൾ അവരെല്ലാവരും കൂടെ ഉണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ ഇതെല്ലാവരും അവിടെ അടിച്ചോരി മണ്ണൊക്കെ നീക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഇതാ കുരുത്തോല നമ്മൾ റെഡി ആക്കാണ് നാളത്തേക്ക് അലങ്കരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊക്കെ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇവിടെ ഇങ്ങനെ ഒത്തുചേർന്നിട്ടില്ല. അങ്ങനെ നാളെ ഒരു പരിപാടിയാണെന്നുള്ള നിലയ്ക്ക് കേട്ടോ. ഇപ്രാവശ്യമാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നത്. അപ്പൊ ഞാൻ എഴുത്തിമ്മേനോട് പറഞ്ഞ ഒരു കീർത്തനം ചൊല്ലുമോന്ന് ചോദിച്ചിട്ടോ. അപ്പോ പറയാ എന്താ ഇപ്പോഴല്ല നാളെ ചെല്ലാന്ന് പറയാണ് എന്നോട്. അപ്പൊ എന്തായാലും എല്ലാവരും വയ്യാത്ത അമ്മമാരും എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെല്ലാരും കൂടെ ഇവിടെ നാളത്തേക്കുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പൊ ഞങ്ങള് ഫുള്ള് സെറ്റിങ്സിലാട്ടോ. നാളെ ഞങ്ങളൊരു കാഴ്ച കാണിച്ചു തരാം. അപ്പൊ ഇന്ന് ഞങ്ങൾ അതിനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പൊ ഇപ്പൊ വന്നിരിക്കുന്നതാണ് കേട്ടോ നമ്മളെ അമ്പലത്തിലെ പൂജാരി. അപ്പോ നമ്മളെ ശാന്തിക്കാരനാണ്. അപ്പൊ അവര് വന്നപ്പോ കുറെ സംസാരിച്ചൊക്കെ നിന്നു. അപ്പൊ നമ്മൾ ഇച്ചിരി ചായ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കട്ടൻ ചായ അതൊക്കെ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുരുത്തോല കെട്ടാൻ വേണ്ടിട്ടോ. അടുത്ത വർഷം ആകുമ്പോഴേക്കിനും ഒരു നല്ല എന്താ പറയാ ഒരുപാട് പുരോഗമനം കൊണ്ടുവരാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പൊ ഈ ഷെഡ് നമ്മളിപ്പോ 2-3-4 ദിവസമായിട്ടോ കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ട് ഇവിടെ പടവും കാര്യങ്ങളൊക്കെ നടത്തി ഷെഡ് ഒക്കെ നിർമ്മിച്ചു. അപ്പൊ ഇന്ന് ഇവിടെ ഇരിക്കുന്ന സ്ഥലത്തിന്റെ ഇവിടെ ഒന്ന് വെയിൽ വരുന്ന സ്ഥലത്തേക്ക് നമ്മൾ മറ കെട്ടാന്ന് വിചാരിച്ചിട്ട് ഇവിടെ അതിന് വേണ്ടിട്ട് എല്ലാവരും കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ ചേട്ടനാണ് കേട്ടോ ഇവിടെ കുരുത്തോലൊക്കെ കെട്ടുന്നത്. അതിന് വേണ്ടിട്ട് കയറൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് കയറൊക്കെ കെട്ടി വെച്ച് അതിനുള്ളതെല്ലാം സെറ്റാക്കി വെച്ചിട്ട് നാളെ തൂക്കാന്നാ വിചാരിക്കുന്നത് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കയറ് കെട്ടുകൊണ്ടിരിക്കുകയാണ്. സമയം വിളക്ക് വെക്കാനായിട്ടുണ്ട് കേട്ടോ. ആ സമയത്തൊക്കെ ഞങ്ങൾ അമ്പലത്തിൽ തന്നെയാണ്. ഞങ്ങളൊക്കെ തേച്ച് ഉഷാറാക്കണം എന്നുണ്ട്. ഒക്കെ ഒന്ന് റെഡിയാക്കി ഒന്നും കൂടെ അതിനുള്ള എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതൊക്കെ നമ്മളെ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ കൊണ്ടുവരാൻ സാധിക്കണേ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഞങ്ങൾ ഇതൊക്കെ തുടങ്ങി വെക്കുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാട്ടോ.